ഇന്ന് നമ്മളിത് അടിപൊളി ഒരു കാളനാട്ടോ തയ്യാറാക്കാൻ പോണത്. തേങ്ങ ഒന്നും അരയ്ക്കാതെ നല്ല കുറുകിയ അടിപൊളി കാളൻ. ഇത് നമ്മൾ തയ്യാറാക്കാനായിട്ട് എടുത്തു വെച്ചേക്കണ കഷ്ണങ്ങളൊക്കെ നമ്മൾ കുമ്പളങ്ങയും കായാണ് കേട്ടോ നമ്മളിത് കറി വെക്കാനായിട്ട് എടുത്തേക്കണ കഷ്ണങ്ങൾ. ഇത് വെക്കാനായിട്ട് നമ്മൾ ഉരുളി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്തപ്പോൾ അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉലുവ ഇടുന്നുണ്ട്, 2 മുളകും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മൂത്ത് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം അരിഞ്ഞ് വെച്ചേക്കണ കഷ്ണങ്ങൾ നമ്മളിത് ഇതിലേക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. അപ്പം കഷ്ണത്തിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്, മുളകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കായയും കുമ്പളങ്ങയാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണത്. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ. ആവിയിലാണ് കേട്ടോ ഇത് വേവണത്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൽ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കണത് ഇപ്പം ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ആട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കണത്. 2 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഇതിട്ടതിന് ശേഷം നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി ഇത് മൂടി വെച്ചിട്ട് നമ്മൾ നല്ല ആവിയിലാണ് കേട്ടോ ഇത് വേവണത്. ഇതിൽ വെള്ളമൊന്നും ഒരു തുള്ളി പോലും നമ്മൾ ചേർക്കണില്ല കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ചാൽ മതി. ഇത് ഒരു 5 മിനിറ്റ് മതി ഇതൊന്ന് പകുതി വേവായി കിട്ടാനായിട്ട്. പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കിയത് മഞ്ഞപ്പൊടിയൊക്കെ ഉപ്പൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. കാണാൻ നല്ല നല്ല കളറിൽ നിൽക്കുക, മഞ്ഞ കളറ്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അതേ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഇത് വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ മൂടി വെച്ച കാരണം കൊണ്ടല്ലോ ആവി കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പകുതി ഒന്ന് വെന്തിട്ടുണ്ട്. ഇതൊന്നും കൂടി നമ്മളൊന്ന് ഇളക്കി ഇതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ മതി നമ്മുടെ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്കിതേ കഷ്ണങ്ങളൊന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തേങ്ങ അരയ്ക്കാതെയല്ലേ നമ്മൾ ഈ കാളൻ വെക്കണത്. അപ്പോൾ നമ്മൾ തേങ്ങയ്ക്ക് പകരം നമ്മൾ ചേർത്ത് കൊടുക്കണത് കുമ്പളങ്ങയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കായും കുമ്പളങ്ങയും കൂടിയാണ് ഇതിലിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് വെന്തിരിക്കണം കേട്ടോ. അപ്പോൾ ആ കുമ്പളങ്ങ എല്ലാം നമ്മൾ അതിൽ നിന്ന് പറക്കിയിടുക കേട്ടോ. ഒരു കായയുടെ കൂടെ 2-3 കുമ്പളങ്ങയാണ് നമുക്കിപ്പോൾ കറിക്ക് വെക്കാനായിട്ട് കഷ്ണമായിട്ട് കുമ്പളങ്ങ അതിനകത്തുള്ളൂ. ബാക്കി എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല മഷി പോലെ അരയണം. ഇതില്ലെങ്കിൽ നമ്മൾ മുളക് പൊടി കറി വെക്കുമ്പോൾ നമ്മൾ ചേർക്കണില്ല കേട്ടോ. അതിന് പകരമാണ് പച്ചമുളക് നമ്മൾ ചേർത്തേക്കണത്. ഇത് നമ്മൾ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അരച്ചെടുത്തത് നമ്മളിത് ഈ കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുത്തത് നന്നായിട്ടൊന്ന് ഇളക്കി എന്നിട്ട് നമ്മൾ ആ ജാറിലേക്ക് ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് ആ അരപ്പൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് ഇപ്പോൾ ഈ കഷ്ണത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഇത് അടിപൊളി നല്ല കുറുകി നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് ഇതിനിപ്പോൾ ഇതൊന്ന് പതുക്കെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഞാൻ ഉറയൊഴിച്ച തൈരായതുകൊണ്ട് ഇത് അധികം പുളിയൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള തൈരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഉറയൊഴിച്ചിട്ട് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആ തൈര് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തൈര് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് നേരം തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായി പതുക്കെ ഒന്ന് തിള വന്നാൽ മതി കേട്ടോ. അപ്പോഴേക്കും നമുക്കിത്
ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇത്തിരി ഉപ്പിൻ്റെ കുറവുള്ള കാരണം കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു ഭംഗിക്കൊക്കെ വേണ്ടി 2 കടുക് ഉലുവയും കൂടെ മൂപ്പിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കറി വെക്കാൻ വേണ്ടി കഷ്ണങ്ങളൊക്കെ ഇടുന്നേക്കാളും മുന്നേ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയൊക്കെ പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നന്നായിട്ട് ആവിയിൽ വഴറ്റി ഒക്കെ ഇത് മൂടി വെച്ച് വേവിച്ചത്. എന്നാലും നമ്മളിപ്പോൾ ലാസ്റ്റ് നമുക്ക് ഈ കറിക്കൊക്കെ ഒരു ഭംഗിയും കൂടെ കിട്ടാനായിട്ട് ഞാനൊരു കുറച്ച് 2 കടുകും കുറച്ച് ഉലുവയും കൂടി ഒന്ന് മൂപ്പിച്ച് നമ്മൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതേ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതേ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് 2 ഉലുവയും കുറച്ച് കടുകും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ ചെറിയ ഉള്ളി, സാധാരണ കാളനും മോരുകറിക്കൊന്നും ഉള്ളി ചേർക്കില്ല എന്നാണ് പറയണത്. പക്ഷെ ഞാൻ 2 ചെറിയ ഉള്ളി ചേർക്കട്ടെ. എല്ലാത്തിനും ഒന്ന് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചാലാണ് ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ നമുക്ക് ഈ കടുകും ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതേ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കറിയിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ നല്ല കളറ് കിട്ടും. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇത് ഒന്ന് ഇളക്കി നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കഴിയുമ്പോൾ നല്ല കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാവരും നിങ്ങളൊന്ന് വെച്ച് നോക്കിയിട്ട് കഴിച്ച് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് അതിന് പറയണ മാതിരിയല്ല, ഒന്ന് വെച്ച് കഴിച്ച് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.